പീർ മുഹമ്മദിന് സ്നേഹപൂർവ്വം. ആറ്റലായ റസൂലിൻ്റെ പേരക്കിടാങ്ങളാണവർ, ആരാരും വാഴ്ത്തും സോദരർ. ആരംഭപ്പേർ ഹസൻ ഹുസൈൻ. ഹസനുണ്ടൊരുത്തി ഭാര്യയായി ജഹദയെന്നാണവൾക്കു പേർ. ശത്രുപക്ഷത്ത് നിന്നവൾ, വഞ്ചനയായി പിറന്നവൾ. ആറ്റലായ റസൂലിൻ്റെ പേരക്കിടാങ്ങളാണവർ, ആരാരും വാഴ്ത്തും സോദരർ. ആരംഭപ്പേർ ഹസൻ ഹുസൈൻ. ദാഹജലത്തിൽ മാരനെ രോഷവിഷം കൊടുത്തവൾ, സ്നേഹത്തിൻ്റെ പകരമായി മൗത്ത് കൊടുത്ത പെണ്ണവൾ. സൂര്യൻ കറുത്തതാദിനം, കാറ്റു കരഞ്ഞതാദിനം, സുന്ദരൻ സോദരൻ ഹുസൈൻ പൊട്ടിത്തകർന്നു തന്മനം. ആറ്റലായ റസൂലിൻ്റെ പേരക്കിടാങ്ങളാണവർ, ആരാരും വാഴ്ത്തും സോദരർ. ആരംഭപ്പേർ ഹസൻ ഹുസൈൻ. ഏട്ടൻ മരിച്ച നോവിനെ ഏറ്റി നടന്നു പൊൻ ഹുസൈൻ. ഏറ്റം പ്രിയൻ മുആവിയ മൗത്തായതും അറിഞ്ഞു സൈൻ. നല്ല മുആവിയ മകൻ നീജൻ യസീദ് വന്നിടും. നാട്ടിൻ ഖലീഫയായി നീ ദുഷ്ടൻ യസീദ് വാണിടും. ആറ്റലായ റസൂലിൻ്റെ പേരക്കിടാങ്ങളാണവർ, ആരാരും വാഴ്ത്തും സോദരർ. ആരംഭപ്പേർ ഹസൻ ഹുസൈൻ. ആറ്റലായ റസൂലിൻ്റെ പേരക്കിടാങ്ങളാണവർ, ആരാരും വാഴ്ത്തും സോദരർ. ആരംഭപ്പേർ ഹസൻ ഹുസൈൻ.
പീർ മുഹമ്മദിന് സ്നേഹപൂർവ്വം. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം, പരിപൂർണ്ണൻ റസൂലുള്ള പിറന്നതുമിവിടം. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം, പരിപൂർണ്ണൻ റസൂലുള്ള പിറന്നതുമിവിടം. നിസാമിക്ക് കവിതകൾ ഉറവിട്ടതിവിടം, മസ്നവി ഖുറവയാം അറബിക്കട്ടിവിടം. നിസാമിക്ക് കവിതകൾ ഉറവിട്ടതിവിടം, മസ്നവി ഖുറവയാം അറബിക്കട്ടിവിടം. തുടുത്ത സിക്കും മരത്തിന്റെ കനികളും, ജറാതെന്ന കിളികളും, ചുടുകാറ്റിനൊലികളും, ഇടക്കിടക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും. ഉലകങ്ങൾക്കകിലവും വഴിവിളക്കിവിടം, ഉടമയും അടിമയും നിരോധിച്ചതിവിടം. ഉലകങ്ങൾക്കകിലവും വഴിവിളക്കിവിടം, ഉടമയും അടിമയും നിരോധിച്ചതിവിടം. പല പല നബി മക്കൾ പിറന്നതുമിവിടം, പകലൊളി വെളിച്ചമായി തിളങ്ങുന്നതിവിടം. പല പല നബി മക്കൾ പിറന്നതുമിവിടം, പകലൊളി വെളിച്ചമായി തിളങ്ങുന്നതിവിടം. ഒട്ടകങ്ങൾ വരി വരി വരിയായി, അരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. ഒരു വാക്യം ഷഹാദത്ത് തളിരിട്ടതിവിടം, ഒളിചന്ദ്രക്കാലയുള്ള കൊടി പാറുമിവിടം. ഒരു വാക്യം ഷഹാദത്ത് തളിരിട്ടതിവിടം, ഒളിചന്ദ്രക്കാലയുള്ള കൊടി പാറുമിവിടം. കറുത്തവൻ വെളുത്തവൻ വിഭിന്നമല്ലിവിടം, കലയുടെ സിത്താരകൾ മുഴങ്ങിയതിവിടം. കറുത്തവൻ വെളുത്തവൻ വിഭിന്നമല്ലിവിടം, കലയുടെ സിത്താരകൾ മുഴങ്ങിയതിവിടം. ഒട്ടകങ്ങൾ വരി വരി വരിയായി, അരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. തുടുത്ത സിക്കും മരത്തിന്റെ കനികളും, ജറാതെന്ന കിളികളും, ചുടുകാറ്റിനൊലികളും, ഇടക്കിടക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി,
പൊട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. പീർ മുഹമ്മദിന് സ്നേഹപൂർവ്വം. പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിക്കും, പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിക്കും. നീലാംബര വീതിയിൽ പ്രിയ താരകങ്ങൾ പുഞ്ചിരിച്ചു. നീലാംബര വീതിയിൽ പ്രിയ താരകങ്ങൾ പുഞ്ചിരിച്ചു. മഞ്ചരികൾ രാഗമോടെ മൂളിടുന്നു മഞ്ചരികൾ. സത്യം കപൂറിയ നീരജനയിൽ പുതുമാരനാകും. സത്യം കപൂറിയ നീരജനയിൽ പുതുമാരനാകും. പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിച്ചു. പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിച്ചു. ഈ ഭാഗത്ത് എല്ലാവരും ഒന്ന് കൈയടിച്ചേ, ഉഷാർ പോലെ ഒന്നുകൂടി ഉഷാറെടുത്ത് കൈയടിച്ചേ പ്ലീസ്. ആകാശത്തെളിമയിൽ വിലസുന്നോളെ, ആകാശത്തെളിമയിൽ വിലസുന്നോളെ, അണിയറ മകിലം പരിമളവേകും, അതിമധുരം അണിയറ മകിലം പരിമളവേകും. നിരവധി പൂങ്കിനാക്കൾ തിരിയുന്നല്ലോ, നിരവധി പൂങ്കിനാക്കൾ തിരിയുന്നല്ലോ. കൗതുകമേറിയ വസ്ത്രങ്ങളോടും പ്രണയത്തിൽ പൊതിഞ്ഞൊരു മോതിരത്തോടും വരുന്നുണ്ട് പുതുമാരൻ മോഹങ്ങളോടും. ും
പീർ മുഹമ്മദിന് സ്നേഹപൂർവ്വം. അഴകേറും നോടേവ കാഞ്ചന മാല്യം ചൂടിക്കാൻ സുന്ദര രൂപനം മഹമൂദിവിടെ നിൽപ്പുണ്ട്. നീലാകാശത്തിൻ്റെ തെളിമയിൽ ചന്ദ്രൻ വിലസുമ്പോൾ മഹമൂദ് സന്തോഷത്തോടെ നോക്കി നിന്നിടുമ്പോൾ മഹമൂദേ പോകൂ നീ ചുംബന ഹർഷം നൽകൂ നീ കല്യാണ രാവിന്റെ ആനന്ദരവം കേൾക്കാനായി അടിച്ചു പൊളിക്കട്ടെ. ഓക്കെ. മണവാളൻ മഹമൂദിന്റെ എന്തൊരാനന്ദം, പുതുനാരി ആയിഷാക്ക് എന്തൊരാഹ്ലാദം. പുതിയൊരു ജീവിത ഗാനം തുടങ്ങാൻ, പുതിയൊരു ജീവിത രാഗങ്ങൾ ശ്രമിക്കാൻ, പുതിയൊരു ജീവിത കഥകൾ രചിക്കാൻ പൊട്ടിച്ചിരിയുടെ നാദം. ആരോഗ്യം ജീവിതത്തിൽ നേരുന്നേ ഞങ്ങൾ, ഭാസുരമാഭാഗ്യങ്ങൾ നേർന്നിടുന്നല്ലോ. ആരോഗ്യം ജീവിതത്തിൽ നേരുന്നേ ഞങ്ങൾ, ഭാസുരമാഭാഗ്യങ്ങൾ നേർന്നിടുന്നല്ലോ. ആരോഗ്യം ജീവിതത്തിൽ നേരുന്നേ ഞങ്ങൾ, ഭാസുരമാഭാഗ്യങ്ങൾ നേർന്നിടുന്നല്ലോ. മലയാള സിനിമാ ഗാനശാഖ വളരെ സമ്പന്നമാണ്. നിരവധി ഗായകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. സർവേശ്വരൻ്റെ വരദാനമായി ലഭിച്ച സ്വരമാധുരിയിലൂടെ ഇപ്പോഴും ഒരിടം കണ്ടെത്തി അവിടെ മനോഹരമായ ഗാനങ്ങൾ എന്നും നമുക്ക് ആസ്വദിക്കുവാനായി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗായിക. 2004 മലയാള സംഗീത ശാഖയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ നമ്മുടെ
കേരള സർക്കാർ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. നമുക്ക് മറക്കാൻ കഴിയില്ല ആ ഗാനം. മകൾക്ക് എന്ന ചിത്രത്തിലൂടെ നമ്മളേറെ താലോലിച്ച ആ ഗാനത്തിൻ്റെ ശകലങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചുണ്ടിണകളിൽ ഇപ്പോഴും തത്തിക്കളിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ ക്ഷണിക്കുകയാണ്, ഒരു വിശേഷണത്തിന് ഈ ആവശ്യമില്ലാത്ത 100-ലധികം ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നമ്മുടെ നെഞ്ചകത്തിൽ, നമ്മുടെ ചുണ്ടിണകളിൽ ഇന്നും തത്തിക്കളിക്കുന്ന നിരവധി ഗാനങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ഇതുപോലുള്ള നല്ല നല്ല ഗാനങ്ങൾ മഞ്ചരിക്ക് നമുക്ക് സമ്മാനിക്കുവാൻ സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാവ്യ നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. കാവ്യയെ കൊണ്ട് രണ്ടുപേര് പാട്ട് ഞാൻ പാടിക്കും. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കാവ്യ, മലയാളിയുടെ പ്രിയപ്പെട്ട കാവ്യ മാധവൻ. കാവ്യ നല്ല കവിയത്രിയാണ്. കവിത ഒന്ന് പാടും ചുമ്മാ. കാവ്യ എഴുതിയ കാവ്യതലങ്ങല്ലേ, കാവ്യതലങ്ങളിലെ ഒരു കവിത രണ്ടുപേര് കഴിഞ്ഞിട്ട്. ഞാൻ എഴുതിയ പാട്ടിലുള്ള പാട്ട് പാടുന്നില്ല കേട്ടോ. ഞാൻ വേറെ പാട്ട്, സിനിമ പാട്ട് പാടോ? സിനിമാ പാട്ട്. മീശമാധവനിലെ പാട്ട് പാടോ? കാവ്യ ഈ പാട്ട് പാടുമ്പോ മീശമാധവനിലൊരു കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ച ഒരാളുണ്ടായിരുന്നു, സനുഷ. ഇവിടെ വിളിക്കട്ടെ, സനുഷ കൂടി. ഇതൊരു അപൂർവ സംഗമമാണ്. സനുഷ പ്ലീസ് സ്റ്റേജിലേക്ക് വാ. കൊച്ചുകുട്ടി വലുതായല്ലേ? എന്നെക്കാളും നീളം വെച്ചല്ലേ? പറ, തുടങ്ങാം. അല്ല, അങ്ങനെയൊന്നും വേണ്ട, ഞാൻ രണ്ടുപേര് പാടുള്ളൂ. മ്യൂസിക് ഒന്നും വേണ്ട. അല്ല, എന്നാലും മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് പാടാട്ടോ. പിന്നെ ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ നന്നായിട്ട് കൈയടിക്കണം കേട്ടോ. എന്താ അറിയോ, പിന്നെ നിങ്ങൾ കൈയടിക്കണ വരെ ഞാൻ പാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കൈയടിക്കണം കേട്ടോ. പാടി കഴിഞ്ഞിട്ട് പാട്ടെ. മ്യൂസിക് വേണ്ടാട്ടോ. പിച്ച് റെഡി. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന എനിക്കല്ലേ, കിലുങ്ങാക്കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടെ, പിണങ്ങാൻ എന്താണ് ഹൊയ് 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 ഹൊയ്, പിണങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ. ഇതാണ് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞത്. അടുത്ത പാടിക്കോ. അടുത്ത പാട്ട് ഞാൻ ഉദ്ദേശിച്ചത്ര നിങ്ങൾ കൈയടിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇനിയും പാടും. എനിക്ക് എന്താ അറിയോ, ഈ സ്റ്റേജിൽ വന്നപ്പോ ഉണ്ടായിരുന്ന ഒരു ഓർമ്മയാണ്. ഈ സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാനൊരു മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മമ്മുഞ്ഞി മാഷ് ഇവിടെയാണ്. മാഷെ ഓർമ്മിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് രണ്ടുപേരും. ശരി, മാപ്പിളപ്പാട്ട്. ഇതുവരെ മാപ്പിളപ്പാട്ട് ഉണ്ടായിരുന്നില്ല. കാവ്യ വന്നു ഒരു മാപ്പിളപ്പാട്ട് പാടാനായിട്ട്. ഇത് ഏത് ഭാഷയൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് കേട്ടോ. നീലീശ്വരം ഭാഷയിൽ പാടിയത്. കടിത്തിടും പൊഴുതവൻ കടുമയിൽ കുന്തമെടുത്തു കുത്തിടയതു ഫലിത്തിട തുടങ്ങരുത്തിന ചടിപ്പിടിത്ത് കുന്തവും മുറിത്തതീകളവാൽ കമർന്നത്തെ കടുകടിനമിൽ കടിയടി പിടിയൊടുവിട ചെടുത്ത് തായവുമേ സകലവും ചടുത്ത് തോഴിയുമേ. കടുത്തിടും പൊഴുതവൻ കടുമയിൽ കുന്തമെടുത്തു കുത്തിടയതു ഫലിത്തിട തുടങ്ങരുത്തിന ചടിപ്പിടിത്ത് കുന്തവും മുറിത്തതീകളവാൽ
ഓക്കെ ഇനി പാട വേണ്ട അല്ലേ ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് കൈയടിച്ചതിന് പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി, നമസ്കാരം. പ്രിയരെ നമസ്കാരം. ഈസി മാർട്ട് പ്രസൻസ് ജിജി ലേഡീസ് ബ്യൂട്ടി പാർലർ ഡാൻസ് മാനിയ ബ്രോട്ട് ടു യു ബൈ അൾട്ടിമ. ജിജി ലേഡീസ് ബ്യൂട്ടി പാർലർ ഒരുക്കുന്ന ഡാൻസ് മാനിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചെറിയ ഒരു ഔപചാരികതയാർന്നൊരു ചടങ്ങിലേക്കാണ്, ചെറിയ അല്പനിമിഷം മാത്രം. ആദ്യമായി ഇന്നത്തെ ഈ ജിജി ലേഡീസ് ബ്യൂട്ടി പാർലർ ഡാൻസ് മാനിയ നിങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്തൊരുക്കിയ UAE ഒട്ടനവധി പ്രഗത്ഭ കലാവിരുന്നുകൾ ഒരുക്കി നേതൃത്വ പാടവം രംഗത്ത് കലാമൂല്യമുള്ള പ്രദർശനങ്ങൾ അവതരിപ്പിക്കുക വഴി ശ്രദ്ധേയനായ ആഡ് പ്ലേ അഡ്വർടൈസിംഗിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നാസർ മുട്ടത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ നാസർ മുട്ടം. താങ്ക് യു ശ്രീ നാസർ മുട്ടം. ഗ്രീൻ അഡ്വർടൈസിംഗ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സലീമിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എഡ് പ്ലേയുടെ മാനേജിംഗ് പാർട്ണറും കേരളത്തിൽ നിരവധി ഷോകൾ നടത്തി നേതൃത്വ പാഠവും ആരംഭിച്ച ശ്രീ വി ഹരീഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ശ്രീ ഹരീഷ്. എഡ് പ്ലേ ഓപ്പറേഷൻസ് ഹെഡ് ശ്രീ ബൈജു പി കെ വിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. നമ്മളുടെ ഇന്നത്തെ ഷോയുടെ സ്പോൺസർഷിപ്പ് കൂടിയുള്ള സ്പോൺസേഴ്സായ ഈസി മാർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി റിമി മോൾ ജോസഫിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഈസി മാർട്ട്. ജിജി ബ്യൂട്ടി പാർലറിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി ജിജി ജോസഫിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിജി ജോസഫ്, ജിജി ബ്യൂട്ടി പാർലർ. അൾട്ടിമ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് CEO UAE ഓപ്പറേഷൻസ് ഹെഡുമായ ശ്രീ AK സവാൻകുട്ടി ആദരവ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അൾട്ടിമ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസിന്റെ പാരന്റൽ കമ്പനി അഡ്മ ഗ്രൂപ്പിൻ്റെയും അൾട്ടിമ ഗ്രൂപ്പിൻ്റെയും MD-യുമായ ശ്രീ AK ഷൂജയും വേദിയിലേക്ക് ആദരവും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറും അതുപോലെ തന്നെ ജിയോ ഗ്രൂപ്പിൽ UAE-യുടെ മാനേജിംഗ് ഡയറക്ടർ ചെയർമാൻ സ്ഥാനവും അലങ്കരിക്കുന്ന ശ്രീ ജോർജ് V നേരാംപറമ്പിലിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ശ്രീ ജോർജ്.
അൽറവാബി ഗ്രൂപ്പിന്റെ ബിസിനസ് പേഴ്സൺ ശ്രീ അസീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എയ്റ്റ് പ്ലേയുടെ എല്ലാ കലാമൂല്യങ്ങൾക്കും അതിൻ്റെതായ രംഗപടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹചാരിയായി കൊണ്ടിരുന്ന അൾട്ടിമ സയൻസിന്റെ അൾട്ടിമ അഡ്വർടൈസിംഗിന്റെ എല്ലാമായ സൈനുദ്ദീനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നാട്ടിൽ നിന്നും എത്തിയിട്ടുള്ള രാജശ്രീ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മിസ്റ്റർ രാമകൃഷ്ണനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. It's our pleasure and proud privilege to have with us for this evening the business person of Al-Janam Business Services, Mr. Abdullah Falaknam. With full respect, let me invite him onto the stage. Business person Mr. Sirajne വേദിയിലേക്ക് ആദരവും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എയ്റ്റ് പ്ലേ ഇവൻസിൻ്റെ ഞങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും നല്ലൊരു സുഹൃത്ത്, അതിലുപരി ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ സമയാസമയങ്ങളിൽ നൽകിത്തരുന്ന ശ്രീ നന്ദകുമാർജിയെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ നന്ദകുമാർ. താങ്ക് യു സർ. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഈ സന്ധ്യയുടെ എല്ലാമായ ഒരു പൂക്കാലത്തിൻ്റെ വരവുമായി ബാലതാരമായി സിനിമയിലെത്തി സ്കൂൾ കോളേജ് കലോത്സവ വേദിയിലെ നക്ഷത്രമായി തിളങ്ങി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ നായികയായി വന്ന് നമ്മൾ പ്രവാസികളുടെ കഥ പറഞ്ഞ പെരുമഴക്കാലത്തും ഗദ്ദാമയിലൂടെയും മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ മലയാളിയുടെ മലയാളിത്തമാർന്ന ഒരേ ഒരു നായിക ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാവ്യ മാധവൻ. Ladies and gentlemen, put your hands together and welcome Kavya Madhavan onto the stage. Thank you, Kavya ji. Listen. ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം നയിക്കുന്നതിന് കാവ്യ മാധവൻ. നിറഞ്ഞ ദീപനാളത്തിലെ തെരിയുന്ന നാളങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലെ നന്മകൾ ഉണർത്തട്ടെ എന്നും തിന്മകളെ നീക്കം ചെയ്ത് വെളിച്ചം പകരട്ടെ എന്നും അതുവഴി ഒരു സമൂഹത്തെയും അതുപോലെ ഈ നാടിൻ്റെയും നന്മയ്ക്കായി വളരട്ടെ എന്നും ഈ സമയത്തിൽ നമുക്ക് ആശിക്കാം. Thank you, sir. Nandakumarji. Shujaji. I invite Mr. Ramashanji. നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം ഡയറക്ടർ മിസ്റ്റർ നാസർജി, നാസർ മുട്ടം. താങ്ക് യു. ഇന്നത്തെ നമ്മളുടെ ഈ നിറഞ്ഞ സദ്യയുടെ ഉദ്ഘാടനത്തിന്റെ 2 വാക്ക് നമ്മളോട് സംസാരിക്കാനായി കാവ്യ മാധവനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നാലും വളരെ സന്തോഷം. അൽനാസർ ഈ വേദി എന്ന് പറയുന്നത് ഏതൊരു കലാകാരനും കലാകാരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേദിയാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു വേദിയാണ്. ഒരുപാട് പെർഫോം ചെയ്തിട്ടുള്ള വേദിയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും വരാൻ പറ്റുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു
പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ നാട്ടുകാരൊക്കെ വീണ്ടും വേറൊരു നാട്ടിൽ പോയിട്ട് കാണുമ്പോൾ കുറച്ചധികം സന്തോഷമാണ്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇത് എല്ലാവിധ വിജയവും നേരുന്നു. ഇതിന് ശേഷം നടക്കാൻ പോകുന്ന സ്റ്റേജ് ഷോയും വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു. കലാരംഗത്ത് ശ്രദ്ധേയമായ ആഡ് പ്ലേ ഇവൻസിൻ്റെ പ്രവർത്തനത്തിൻ്റെ സമർപ്പണത്തിനായി ഒരു പ്രത്യേക പതിപ്പ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഇത് പ്രകാശനം ചെയ്യുന്നതിനായി അതർവം കാവ്യമാധവനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ ഒരു പതിപ്പ്, ആദ്യ പതിപ്പ് മിസ്റ്റർ ശ്രീ രാമകൃഷ്ണന് നൽകിക്കൊണ്ട് ഇത് പ്രകാശനം ചെയ്യിപ്പിക്കുകയാണ്. ആഡ് പ്ലേ ഇവൻസിൻ്റെ പ്രത്യേക പതിപ്പ്. താങ്ക് യു. ഒപ്പം തന്നെ ശ്രീ ജോർജ് വി നെനാപ്പമ്പിളിന് ഒരു ഉപഹാരം സമർപ്പിക്കുന്നു. കാവ്യമാധവൻ തന്നെ. താങ്ക് യു സർ. പ്രിയരെ, വേദിയിൽ അടുത്തായി ഒന്ന് നടക്കാൻ പോകുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ UAE ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഭൂപടത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം പിടിച്ചുപറ്റിയ അൾട്ടിമ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസിൻ്റെ പ്രത്യേക ഒരു ഉൽപ്പന്നമാണ് ഇവിടെ ഈ വേദിയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വെള്ളത്തിനടിയിലും പ്രകാശിക്കുന്ന എമർജൻസി ലൈറ്റ്, അൾട്ടിമ എക്വാ ലൈറ്റ്. ഇതിൻ്റെ സ്വിച്ച് ഓൺ കാവ്യമാധവൻ നടത്തുന്നു. ഇതിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിനായി അൾട്ടിമയുടെ മാനേജർ ഓപ്പറേഷൻസ് ഓഫ് ദുബായ് മിസ്റ്റർ ബിജു മുഹമ്മദ് അലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സൗദി ഓപ്പറേഷൻസ് ഹെഡ് ഐ ഇൻവൈറ്റ് മിസ്റ്റർ Keho Oof onto the stage to be present for this great function. I request Shujaji and Savanji to hand over the emergency light to Kavya Madhavan. Shock adikilla, don't worry. Here we go. Vellathil dip cheyanam. Illa. Shock adikilla. Ladies and gentlemen, Ultima Equa light, the emergency light. വെള്ളത്തിനടിയിലും പ്രകാശിക്കുന്ന കാവ്യമാധവൻ. ഒരു ചെറിയ സംശയം നമുക്കൊക്കെ അല്ല, എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയൊരു ഡൗട്ടാണ്. എമർജൻസി ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ട് പോകുമ്പോഴാണ്. വെള്ളത്തിന്റെ അടിയിൽ എന്തിനാ ലൈറ്റ് അല്ലേ? പിന്നെ കറണ്ട് പോകുന്നൊരവസ്ഥ വെള്ളത്തിനടിയിൽ. എന്തായാലും ഇതിന്റെ ആളോട് തന്നെ ചോദിക്കാം, പുള്ളിക്ക് തന്നെ പറയണ്ട ഇതിനെ പറ്റിയിട്ട്. അത് വെള്ളത്തിന് അടിയിലല്ല ആക്ച്വലി ഉപയോഗിക്കുന്നത്, മഴയത്തും നമ്മൾക്കിത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് മീൻ പിടിക്കാൻ പലരും പോകുന്നുണ്ട്. ഏത് മഴയത്തും ഏത് വെയിലത്തും ഉപയോഗിക്കാൻ സാധനമാണ് ഞങ്ങളുടെ പുതിയ ഐറ്റം. അതാണ്, വെയിലത്ത് മാത്രമല്ല. ഓക്കെ, താങ്ക് യു. പ്രിയരെ, ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ ടെലിഫോൺ നമ്പേഴ്സ് അതുപോലെ അതൊക്കെ ചേർത്ത് ജിജി ബ്യൂട്ടി പാർലറിൻ്റെ പ്രത്യേക കൗണ്ടറിൽ ചെന്ന് കൂപ്പണുകൾ ഫില്ല് ചെയ്ത് അവിടെ ഡ്രോപ്പ് ഇൻ ചെയ്താൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഐഫോണാണ് ഗിഫ്റ്റായിട്ട് ഉപഹാരമായിട്ട് ജിജി തരുന്നത്. അപ്പോൾ അത് ആരും മിസ്സാക്കരുത്, എല്ലാവരും അത് ഫില്ലപ്പ് ചെയ്ത് ഇടേണ്ടതാണ്. ഇനി ഒരു യുവ ഗായികയാണ് വേദിയിലേക്ക് എത്തുന്നത്. യുവ അബുദാബിയുടെ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ പെരുന്നാൾ ആഘോഷത്തിലും നിങ്ങളോടൊപ്പം എത്തിയിരുന്നു. ISAയിൽ അവർ എത്തിയിരുന്നു. ആ ഗായിക ഇപ്പോൾ പുതിയ പട്ടുറുമാലിന്റെ പുതിയ എഡീഷനിലേക്ക് ഊഴം കാത്തിരിക്കുകയാണ്. സെലക്ഷൻ കിട്ടിയ ആ ഗായിക നിങ്ങളുടെ സ്വീകരണ മുറികളിലെത്താൻ. സോ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഫാത്തിമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രൗഡ്ലി പ്രസൻസ് സാപ്പൽ സ്റ്റൈൽ സെൻസ് ഈദ് നിലാവിലേക്ക് ആ ഗായിക മെഹറുന്നിസ.
പാട്ടുകാരൊക്കെ പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ട് പാട്ട് പാടുമ്പം ഈ ഒരു കൊച്ചു മിടുക്കി നമുക്കിടയിലേക്ക് വന്നിട്ട് പാട്ട് പാടിയിട്ട് നല്ലൊരു കയ്യടി നമ്മുടെ ഈ ടി.വിയുടെ വകയായിട്ട്. എത്ര ആളുകളാണ് ഡാൻസ് കളിച്ച് സന്തോഷമായ. ഇതിൽ ഏറ്റവും കൂടുതൽ കയ്യടി കൊടുക്കേണ്ടത് ആ കാക്കക്കാണ്. കാരണം അത് ബ്രേക്ക് ഡാൻസ് ആണോ, ഭരതനാട്യമാണോ, കുച്ചിപ്പുടിയാണോ, സിനിമാറ്റിക് ഡാൻസ് ആണോ, ഏത് തരത്തിൽ പെടുത്തും എന്ന് നമ്മളെല്ലാവരും കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. എല്ലാവിധ നന്മകളും നേരുന്നു. ആ ഇക്കയ്ക്ക് എത്ര മാർക്ക് കൊടുക്കാം നമുക്ക്? 100-ൽ 100 മച്ചു പൊളിച്ച്. മൂപ്പരാണ് ഇന്നത്തെ താരം. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, കാരണം നമ്മുടെ ജനകീയ ചാനലായ ഈ ഒരു ചാനലിൽ ജനകീയരായ കുറേ ആളുകൾ പെർഫോം ചെയ്തപ്പം ആരും തടയാൻ നിന്നില്ല. കാരണം അത് തന്നെയാണ് നിങ്ങളുടെ ക്വാളിറ്റി. കാരണം നിങ്ങളും ആസ്വദിക്കുക, ഞങ്ങളും ആസ്വദിക്കുക, ഒപ്പം നമുക്ക് ഒരുപാട് നന്മ നിറഞ്ഞ പരിപാടികൾ